നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇന്നലെ മൊത്തം റീലിൽ കുറേ പേര് ചോദിച്ചാൽ ഏതാണ് ആ സ്ഥലം. അപ്പോൾ ആ സ്ഥലം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് കാസ്കോഡ് ഐലൻഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു പേര് കിട്ടിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ആദ്യം നമുക്ക് പോകേണ്ടത് മുക്കാട് പള്ളി ചെല്ലുക. മുക്കാട് പള്ളിയിൽ തൊട്ട് ബാക്കിലായിട്ട് ഒരു ബോട്ട് ജെട്ടിയുണ്ട്. അപ്പോൾ ആ ബോട്ട് ജെട്ടി ചെന്നിട്ട് അവിടെ തപ്പാപ്പൻ്റെ അടുത്ത് അപ്പാപ്പ നമുക്ക് കള്ളുഷാപ്പിൽ പോകണം. കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തിക്കും. എനിക്കൊന്ന് ആ ഐലൻഡ് അത് മാത്രമേ ഉള്ളൂ. കള്ള് ഷാപ്പ് പറയുമ്പോൾ കള്ള് മാത്രമല്ല, നല്ല ഹോംലി നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് തന്നെ കാണാം. ആദ്യം നമുക്ക് വള്ളത്തിൽ കയറാം. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും വള്ളത്തിൽ കയറി. അപ്പോൾ എനിക്ക് വള്ളത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മൾ ഇന്നലെ വീഡിയോസിലൊക്കെ കണ്ട ഈ ഐലൻഡാണ്. ഇവിടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ കുറേ ഇൻഫ്ലുവൻസറും ഫുഡ് ബ്ലോഗേഴ്സൊക്കെ വരുന്നത് ഞാൻ കണ്ട്. കുറേ പേരെ പേരൊന്നും പറഞ്ഞിട്ട് എങ്ങനെയോ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അനിയൻ 1-2 പേരുടെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പേര് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ ആരുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഇത് അതിൻ്റെ അകത്ത് നമ്മൾ ഫുഡ് റെഡിയാവുന്ന മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പറ്റും. ഇത് ചുറ്റി കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം മേളിലിരുന്നു, കുറേ സ്ഥലത്ത് നമ്മൾ മാറിയിരുന്നു. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഫിഷ് പിടിച്ചിട്ട് നമുക്ക് സെലക്ട് ഏത് മീൻ വേണമെന്ന്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് മീൻ നോക്കാനായിട്ട് പോവാണ് ഗൈസ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇവർ വളർത്തുന്നതാണ്. അപ്പം പറഞ്ഞില്ല, ഇവർ രാവിലെ തന്നെ വള്ളക്കാരുടെ തന്നെ ഫ്രഷായിട്ട് മേടിച്ചിട്ട് ഇവിടെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് പറഞ്ഞത്. ഈ മീനിൻ്റെ പേരൊന്നും എനിക്കങ്ങനെ അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലായി കമൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തോ ഒരു മീൻ പറഞ്ഞു ആ ടൈമിൽ, ഞാൻ ശരിക്കും ഓർക്കണില്ല. നമുക്ക് തിന്നാലല്ലേ അറിയോ, മീൻ അറിയത്തില്ല. ആദ്യം വെച്ച് കരിമീൻ കഴിക്കണം. അപ്പോൾ അതൊന്നും അല്ല, വേറെ എന്തോ ഒരു മീനെ പറയണം. അപ്പോൾ നമ്മൾ പിടിച്ച മീനൊക്കെ കാണാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തിട്ട് ഞാൻ വെച്ചാൽ ഇവിടേക്ക് ചെമ്മീനും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ച മീൻ നോക്കാം. ഈ 2 മീനാണ് നമ്മൾ സെലക്ട് ചെയ്തു. ഒന്ന് വാഴയിൽ പൊള്ളിച്ചത്, പിന്നെ ഒന്ന് അല്ലാണ്ട് ഫ്രൈ ചെയ്തതാണ്. പിന്നെ നമുക്ക് ഒരു കപ്പയും കള്ളും പറഞ്ഞതുകൊണ്ട് നമ്മൾ കപ്പയും കള്ളും കുടിച്ച് ഒരു സ്ഥലത്തായിരുന്നു. പക്ഷെ അത് നല്ല അത്യാവശ്യം കൊള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നൊക്കെ പോയി പാട്ടൊക്കെ ഇട്ട് കുടിച്ചു. അപ്പം എൻ്റെ അനിയന് കള്ള് ഇഷ്ടമില്ലായിരുന്നു, കാരണം അവന് മറ്റേ സംഭവമാണ് ഇഷ്ടം. കള്ള് കുടിക്കാത്തവനല്ല. അപ്പം ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടിച്ചു. എൻ്റെ ഈശ്വര, അപാര ടേസ്റ്റായിരുന്നു. കപ്പയും മീൻകറിയും നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. കപ്പ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും, അമ്മാതിരി ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഊണ് പറഞ്ഞു. സത്യത്തിൽ ഊണ് ഒരു 3 എണ്ണം പറഞ്ഞു. ശരിക്കും 2 എണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ഊണ് നമ്മൾ പിന്നെ പൊതിഞ്ഞ് മേടിക്കുകയായിരുന്നു ചെയ്തത്. വാഴയിൽ പൊള്ളിച്ചിട്ട് കൊള്ളാമെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഡയറക്റ്റ് ഫ്രൈ ചെയ്ത് കിട്ടിയ മീനാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മീനിൻ്റെ പല്ലൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇങ്ങനെ കുട്ടി നമ്മൾ ഇതിലേതോ ഭാരതപ്പുരയിലാണ് ഞങ്ങൾ ഇരുന്നത്. ഇതുപോലെ കുട്ടി ഇത് ഒരു ഹൗസ് പോലെ ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. അവസാനം നമ്മൾ ബില്ലൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അത്യാവശ്യം ബ്രീലും നല്ല ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്യാനാണെങ്കിൽ ഇത് നല്ലതാണ്. പിന്നെ അന്ന് ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലൊക്കെ ആയിരുന്നു. അത്യാവശ്യം ടാനൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ വന്നിരുന്നത്.